قال إنما أنا رسول ربك لأهب لك غلاما زكيا. മലക്ക് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇന്നമാ അന റസൂലു റബ്ബികി, ഞാൻ നിങ്ങളുടെ രക്ഷിതാവിന്റെ അല്ലാഹുവിന്റെ ദൂതനാണ്. ലിഅഹബ ലകി ഗുലാമൻ സക്കിയാ, സർവശുദ്ധനായ ഒരു മോനെ നിങ്ങൾക്ക് ദാനമായി നൽകാൻ അല്ലാഹു നിങ്ങളിലേക്ക് എന്നെ പറഞ്ഞയച്ച ദൂതനാണ് ഞാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. ഖാലത്, ബീവി ചോദിച്ചു, അന്നാ യകൂനു ലീ ഗുലാം, എവിടെ നിന്നാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക? വലം യംസസ്നി ബശർ, എന്നെ ഒരു മനുഷ്യനും തൊട്ടിട്ടില്ലല്ലോ. വലം അകു ബഗിയ, ഞാൻ വ്യഭിചരിക്കുന്നവളുമല്ലല്ലോ. മറിയം ബീവി റളിയല്ലാഹു അൻഹ, ഒരാൾ എന്നിട്ട് പറയാ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവും. വിവാഹിത പോലുമല്ലാത്ത മറിയം അലൈഹിസ്സലാം ചോദിച്ചു, അന്നാ യകൂനു ലീ ഗുലാം, എവിടെന്നാണ് എനിക്ക് കുഞ്ഞുണ്ടാവുക? വലം യംസസ്നി ബശർ, ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ. ആ പദപ്രയോഗം തന്നെ ഏറ്റവും നല്ല ശുദ്ധിയുടെ ഒരു അടയാളമാണ്. മനുഷ്യന്റെ വാക്കുകളാണ് ഒരു മനുഷ്യന്റെ ചിന്തകളെ പുറത്തു കൊണ്ടുവരിക. മനുഷ്യന്റെ ചിന്തയാണ് ഒരു മനുഷ്യന്റെ ജീവിതം. മറിയം ബീവി അവിടെ മറ്റൊരു പ്രയോഗവുമല്ല, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ, അതല്ല അവിടെ പറയുന്നത്. വലം യംസസ്നി ബശർ, എന്നെ ഒരു മനുഷ്യൻ സ്പർശിച്ചിട്ടില്ലല്ലോ. അതിനർത്ഥം തന്നെ അത് ഖിനായത്താണ് എന്ന് പറയും. എന്നെ ഒരു മനുഷ്യൻ തൊട്ടിട്ടില്ലല്ലോ, അങ്ങനല്ല. അവരുടെ ഉമ്മയും അവരുടെ ഉമ്മയുടെ സ്പർശം അല്ലെങ്കിൽ പിതാവിന്റെ സ്പർശം ഒക്കെ മനുഷ്യന്മാർ തൊട്ടു എന്നല്ലേ. പക്ഷേ മറിയം ബീവി ഉദ്ദേശിക്കുന്ന മറ്റൊന്നാണ്. ഞാൻ അങ്ങനെ അരുതാത്തത് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ വിവാഹിതയുമല്ലല്ലോ. വലം അക്കു ബഗിയ, ഞാനൊരു ദുർനടപ്പുകാരി അല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാവുക എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ അത്ഭുതകരമായി ചോദിച്ചു. അപ്പോ മറുപടി വരികയാണ്, ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖ്ദിയാ. ഖാല കദാലികി, അതങ്ങനെ തന്നെയാണ് മറിയമേ. നിങ്ങളെ ഒരാളും സ്പർശിച്ചില്ല, നിങ്ങൾ ഒരാളുടെ കൂടെയും ശയിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഭർത്താവില്ല, നിങ്ങൾ ദുർനടപ്പുകാരിയുമല്ല എന്നൊക്കെ അറിയാം. അങ്ങനെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കുഞ്ഞു ജനിക്കും എന്ന് തന്നെയാണ്. ഖാല റബ്ബുകി, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അങ്ങനെയാണ് അറിയിച്ചത്. ഹുവ അലയ്യ ഹയ്യിനുൻ, അത് എനിക്ക് എളുപ്പമാണെന്ന് അല്ലാഹു പറഞ്ഞു. ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. ഖാല എന്ന പ്രയോഗം അറബിയിൽ പറഞ്ഞു എന്നതിന് ഒരുപാട് വാക്കുകളുണ്ട്. ദഖറ, ഹക, ഖാല, വേറെയും ഒരുപാട് പ്രയോഗങ്ങളുണ്ട് പറഞ്ഞു എന്നറിയിക്കാൻ. പക്ഷെ ഖാല എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന റിപ്പോർട്ടഡ് സ്പീച്ചാണെന്ന്. ആ പറഞ്ഞ ആൾ എന്തു പറഞ്ഞു അതങ്ങനെയാ പറയേണ്ടത്. ഇപ്പൊ നമ്മുടെ ഉസ്മാൻ, വെല്ലിപ്പാടി ഉസ്മാൻ പറയുന്നു, ഞാൻ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ഖുർആൻ ക്ലാസ്സിന് പോവാണ് എന്ന് ഉസ്മാൻ പറഞ്ഞു. ഞാൻ അറബിയിൽ പറയുകയാണെങ്കിൽ ഖാല ഉസ്മാൻ പറഞ്ഞു എന്ത്? ഇന്നി സആതി ഇലാ ദർസിൽ ഖുർആൻ അസ്സഅ സാമിന, 8 മണിക്ക് ഖുർആൻ ക്ലാസ്സിന് വരും, ഞാൻ വരും എന്ന് ഉസ്മാൻ പറഞ്ഞു. നേരെ മറിച്ച് നമുക്ക് എങ്ങനെ പറഞ്ഞുകൂടാ? ഞാൻ 8 മണിക്ക് ഉസ്മാൻ വരുന്നുണ്ട് എന്ന് ഉസ്മാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രയോഗം ഖാല വെച്ച് പറയാൻ പറ്റൂല. ഖാല എന്ന് പറഞ്ഞ മൂപ്പര് പറഞ്ഞ ആ വാക്ക് അങ്ങനെ തന്നെ പറയണം. അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഖാല എന്ന വാക്കിന്. ഖാല അല്ലാഹു റബ്ബുക്കി, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞു, ഹുവ അലയ്യ ഹയ്യനുൻ, അത് എനിക്ക് എളുപ്പമാണ്. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ ഹുവ അലൈഹി, അള്ളാഹ്ക്കത് എളുപ്പമാണ് എന്നാണ് അവിടെ വരേണ്ടത്. നേരെ മറിച്ച് ഖാല, അള്ളാഹ് പറഞ്ഞ വാക്ക് ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കത് എളുപ്പമാണെന്ന് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുകയാണ്. ഖാല റബ്ബുക്കി ഹുവ അലയ്യ ഹയ്യിൻ വലിനജഅലഹു ആയതൻ ലിന്നാസി
ലിന്നാസി വറഹ്മതൻ മിന്നാ. ഇങ്ങനെ ഒരു കുഞ്ഞിനെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് വലിനജഅലഹു ആയതൻ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. ഈസ നബി അലൈഹിസ്സലാം തന്നെ ഒരു ദൃഷ്ടാന്തമാണ്. വറഹ്മതൻ മിന്നാ, നമ്മുടെ ഒരു കരുണയുമാണ്, നമ്മുടെ ഒരു റഹ്മത്താണ്. വകാന അംറൻ മഖ്ദിയ്യാ, ഇത് അല്ലാഹു തആല തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച വിഷയമാണ്. മറിയമേ, ഇതിൽ മാറ്റമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മകൻ ഒരു ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹദിയായ മറിയം ബീവിയോട് പറഞ്ഞു കൊടുത്തു. എന്താണ് അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ആയത്ത്, ദൃഷ്ടാന്തം എങ്ങനെയാണ്? അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ മനസ്സിലാക്കി തരുന്ന ദൃഷ്ടാന്തമാണ് ഈസ നബി അലൈഹിസ്സലാം. ഒരു പിതാവില്ലാതെയും ഒരു കുഞ്ഞിനെ അള്ളാഹുവിന് ജനിപ്പിക്കാൻ കഴിയും. അതാണ് ഈസ നബി അലൈഹിസ്സലാം. ഒരു ഉമ്മയില്ലാതെ ഒരാൾക്ക് ജന്മം കൊടുക്കാൻ കഴിയും. അതാണ് ഹവ്വാ ബീവി. ഒരു ഉമ്മയും ഒരു ഉപ്പയും ഇല്ലാതെ അള്ളാഹ്ക്ക് ഒരാളെ ജനിപ്പിക്കാൻ കഴിയും. അതാണ് സയ്യിദുന ആദം അലൈഹിസ്സലാം. ഉമ്മയും വാപ്പയിലൂടെ ജനിക്കുന്നവർ. എന്നാൽ ഉമ്മയും വാപ്പയുമായി അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചിരിക്കെ തന്നെ മക്കൾ ജനിക്കാതെ പോകുന്നവർ അള്ളാഹുവിന്റെ ഖുദ്റത്തുകളാണ്. ഉമ്മയും വാപ്പയും എവിടെ ഉണ്ട്? ഭാര്യയും ഭർത്താവും ഉണ്ട്, പക്ഷേ മക്കളില്ല. ഉമ്മയും വാപ്പയും ഭാര്യയും ഭർത്താവും ഉണ്ടായി മക്കളുണ്ടാകുന്നവർ. ഭർത്താവില്ലാതെ ഈസ നബി അലൈഹിസ്സലാം, ഭാര്യയില്ലാതെ ഹവ്വാ റളിയല്ലാഹു അൻഹ, ഇത് രണ്ടുമില്ലാതെ ആദം നബി അലൈഹിസ്സലാം. ഇങ്ങനെ അള്ളാഹുവിന്റെ റബ്ബിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ കഴിവ് അപാരമാണെന്ന് മനുഷ്യന് മനസ്സിലാക്കി തരാൻ അള്ളാഹു നിയുക്തനാക്കിയ റബ്ബിന്റെ ദൃഷ്ടാന്തമാണ് സയ്യിദുന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈസ നബിയെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അള്ളാഹിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈസ നബി അലൈഹിസ്സലാം, റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. ആദം നബി അലൈഹിസ്സലാം ഒരു ദൃഷ്ടാന്തമാണ്. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം അതേപോലെ തന്നെ അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തമാണ്. വറഹ്മതൻ മിന്നാ, മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് ശേഷം അള്ളാഹു നൽകുന്ന ഏറ്റവും അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് ഈസ നബി അലൈഹിസ്സലാം. വറഹ്മതൻ മിന്നാ, നമ്മുടെ കരുണയാണ്, നമ്മുടെ റഹ്മത്താണ്. ഈസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്തിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ ചെറിയ പ്രായത്തിലെ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള തൗഫീഖ് ഉണ്ടായ നബിയാണ് സയ്യിദുന ഈസ നബി അലൈഹിസ്സലാം. എല്ലാ നബിമാരുടെയും ചരിത്രം നോക്കിയാൽ 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് ഉണ്ടാകുന്നത്. 40-ാമത്തെ വയസ്സിൽ. ചില പ്രവാചകന്മാർ അതിന് അപവാദമാണ്, അതിന് എതിരാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നുബുവത്തിന്റെ വർഷം 400-ാമത്തെ വയസ്സിലായിരുന്നു എന്നോ 300-ലായിരുന്നോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കട്ടെ, 40-ലല്ല. സഖറിയ നബി അലൈഹിസ്സലാമിന്റെ മകൻ യഹ്യ നബിയും അതുപോലെ തന്നെ ഈസ നബി അലൈഹിസ്സലാം വളരെ ചെറിയ പ്രായത്തിൽ നുബുവത്ത് കിട്ടിയവരാണ്. ചെറിയ പ്രായത്തിൽ ഈസ നബി ജനിക്കുമ്പോഴേ നുബുവത്ത് കിട്ടിയെന്നാണ്. അപ്പോ ചെറിയ പ്രായത്തിലേ ദഅവത്ത് ചെയ്തു. ഇനി മഹാനായ ഈസ നബി അലൈഹിസ്സലാം കൊച്ചുപ്രായത്തിൽ, ഒരു കുഞ്ഞും സംസാരിക്കാത്ത പ്രായത്തിൽ ആ കുഞ്ഞ് സംസാരിച്ചത് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയാൻ വേണ്ടി പോവുകയാണ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.